എല്ലാവർക്കും എൻ്റെ പുനർദിനി ഹസ്തരേഖയിലോട്ട് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഹസ്തരേഖയിൽ കാണുന്ന, അതായത് നമ്മുടെ കയ്യിൽ ഹസ്തരേഖയിൽ കാണുന്ന വൃത്തം എന്ന് പറയുമ്പോൾ നമ്മൾ സർക്കിൾ, അത് വലിയ സർക്കിളൊന്നും നമ്മുടെ കയ്യിൽ കാണത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഹസ്തരേഖ നിങ്ങളായാലും നോക്കുമ്പോൾ ഒരു ലെൻസ് വെച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ലെൻസ് വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ള അടയാളമായാലും നമ്മുടെ രേഖകളായാലും ക്ലിയർ ആയിട്ട് കാണും. അതാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ വൃത്തം, നിങ്ങൾക്കൊക്കെ അതിശയോട് തോന്നിയത് എവിടെ വൃത്തം എവിടെ കാണും, അങ്ങനെ കാണും. കാരണം ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പത്രത്തിലായാലും വെക്കേഷൻ ടൈം ആയപ്പോൾ എത്രയോ കുട്ടികൾ മുങ്ങി മരിച്ചു. പിള്ളേർക്കായിരുന്നാലും നമുക്കതിൽ വെള്ളം നദിയോ ഒക്കെ ഒഴുകുമ്പോൾ ഇത് ഇറങ്ങാനൊക്കെ നല്ല താല്പര്യമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കൊച്ചു കുട്ടികളാണ്, മെച്യൂരിറ്റി ഇല്ലാത്തവരാണ്. അതുങ്ങൾ എന്ത് ചെയ്യും, ചാടി ഇറങ്ങുകയും ചെയ്യും, മുങ്ങി മരണം. കാണുമ്പോൾ നല്ല വിഷമമുണ്ട്, എനിക്ക് നല്ല വിഷമമുള്ള കാര്യമാണ് അത്, മുങ്ങി മരണം. അത് കൊച്ചു കുട്ടികൾ. അപ്പോൾ നമുക്ക് വൃത്തം കൊണ്ട് എന്താണ് നമ്മുടെ കയ്യിൽ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചന്ദ്രമണ്ഡലം നമ്മുടെ ജാതകത്തിൽ കാണുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുമുണ്ട്. അതായത് നമ്മുടെ ജാതകത്തിൽ ഏതെല്ലാം മണ്ഡലം ഉയർന്നു നിൽക്കുമോ അതെല്ലാം നമ്മുടെ ഈ ഹസ്തരേഖയിൽ ഉയർന്നു നിൽക്കും. ഏതെല്ലാം നീചമാണോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നീചവുമായിരിക്കും. ഇവിടെ ഞാൻ പറയാൻ വരുന്നത് വൃത്തം, അത് കാണുന്നത് ഒരു സ്ഥലത്തും വൃത്തം നന്നല്ല. ആദ്യത്തെ രേഖയിൽ ആണെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കത്തില്ല. കാരണം വൃത്തം വന്നു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇവിടെ നമ്മുടെ ചന്ദ്രമണ്ഡലത്തിൽ ചെറിയൊരു വൃത്തം വരികയാണെങ്കിൽ ചെറിയ മുങ്ങി മരണം. അപ്പം നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ നോക്കണം, നമ്മുടെ മക്കളെ കയ്യിലൊക്കെ വൃത്തമുണ്ടോ എങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാതെ നമ്മൾ കുട്ടികളെ ഉപദേശിച്ചു കൊടുക്കണം. മക്കളെ വെള്ളത്തിൽ ഇറങ്ങരുത്, എന്തെങ്കിലും മുങ്ങി മരണമെന്ന് പറയണ്ട, അത് നമുക്ക് ദൈവത്തിൻ്റെ കയ്യിലല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പം നമ്മുടെ ഈ ചന്ദ്രമണ്ഡലത്തിൽ ചന്ദ്രമണ്ഡലം ഇവിടെയാണ്. ഇവിടെ ഒരു വൃത്തം കാണുകയാണെങ്കിൽ അവിടെ വൃത്തം മാത്രമല്ല, അവിടെ കാക്കപ്പുള്ളിയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. രണ്ടും ഒരുപോലെ തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാക്കപ്പുള്ളിയെ പറ്റി. അവിടെ വൃത്തമായിരുന്നാലും കാക്കപ്പുള്ളിയായിരുന്നാലും ദീപടം എന്ത് കണ്ടിരുന്നാലും ദയവായിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത്. പ്രത്യേകിച്ച് വൃത്തം കാണുകയാണെങ്കിൽ മുങ്ങി മരണമാണ് ഫലം. അപ്പം നമ്മുടെ മക്കളെ കൈകളിലൊക്കെ നോക്കുക. എല്ലാവർക്കും ഇത് പകർന്നു കൊടുക്കുന്നതും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും